പ്രശാന്തേട്ട, കണ്ടു നിൽക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് ആ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് വരുന്ന ഓരോ ദൃശ്യങ്ങളും നമുക്ക് സഹിക്കാൻ പറ്റില്ല. എക്സ് ഒന്നും തുറക്കാൻ വയ്യ. അബദ്ധത്തിൽ പോലും, ഞാനിപ്പോൾ സുഹൃത്തുക്കളോട് പറയുന്ന, അബദ്ധത്തിൽ പോലും നിങ്ങൾ പോയി ഈ എക്സ് തുറക്കരുത്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കില്ല. ഇന്നലെ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന ഒരു വീഡിയോ, ഒരു 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരു വീട്ടിൽ നിന്നും പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന ഒരു വാനിൽ, അതായത് 2 കയ്യിലും തൂക്കി 2 കാലിലും എടുത്ത് ഈ കുട്ടിയെ കൊണ്ടുവന്ന് ഒമിനി വാനിൽ പിടിച്ചുകൊണ്ട് എടുത്തിട്ട് കൊണ്ടുപോകുന്നു. അത് കൊണ്ടുപോകുന്ന ഒരു 10-12ഓളം പേരാണ് ചേർന്നാണ് ഈ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്. അത് വീഡിയോ കണ്ട് ഞാൻ വളരെ അസ്വസ്ഥനായിരുന്നപ്പോൾ വീണ്ടും ഒരു വീഡിയോ ഇതേ സുഹൃത്ത് തന്നെ വീണ്ടും അയച്ചു തന്നു. ഈ കുഞ്ഞിൻ്റെ കൊന്ന് ഒരു ചെളിക്കുണ്ടിൽ നഗ്നയാക്കി ഇട്ടിരിക്കുന്നു. അത് എന്താ പറയുക, തെരുവ് നായ്ക്കൾ പോലും ചെയ്യാത്ത രീതിയിൽ കടിച്ച് പറിച്ചിരിക്കുന്നു ആ കുഞ്ഞിൻ്റെ ദേഹമൊക്കെ. ഇത്രയും വലിയ ക്രൂരത നടക്കുന്നു, കൊന്നു കൂട്ടുന്നു. 8% വരുന്ന ഹിന്ദുക്കളെയും അതുപോലെ തന്നെ 3% വരുന്ന ക്രിസ്ത്യൻ ബുദ്ധിസ്റ്റുകളെയും ഒക്കെ തന്നെ അവിടെ കൊന്നു തീർക്കുകയാണ്. എന്തുകൊണ്ട് മോദി ഒന്നും ചെയ്യുന്നില്ല? മോദി ബംഗ്ലാദേശിലല്ലേ നടക്കുന്നത്? മോദിക്ക് ഇന്ത്യയുടെ കാര്യത്തിനകത്തല്ലേ പരമോന്നതമായ അല്ലെങ്കിൽ ഇടപെടാൻ? ലോക നേതാവാണല്ലോ. ലോക നേതാവാണെന്ന് പറഞ്ഞുകൊണ്ട് ലോക പ്രസിഡന്റ് അല്ലല്ലോ പുള്ളി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണല്ലോ. വേറൊരു കാര്യം നിങ്ങൾ ആലോചിക്കണം. ബംഗ്ലാദേശിൽ ഉണ്ടായ കലാപം വളരെ കൃത്യമായിട്ട് അമേരിക്ക ഉണ്ടാക്കിയ കലാപമാണല്ലോ. അമേരിക്ക ഈ ഭരണത്തിനപ്പുറം, അല്ലെങ്കിൽ അമേരിക്കയിലെ പ്രസിഡന്റ് അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിനപ്പുറം അമേരിക്ക നിയന്ത്രിക്കുന്ന ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് ലോകത്ത് എവിടെയൊക്കെ എന്ത് നടക്കണം എന്ന് അവരാണ് തീരുമാനിക്കുന്നത്. ആര് ഭരിച്ചാലും അവരുടെ ഒരു നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ത്യയിൽ 50 കൊല്ലത്തിനൊക്കെ എന്തൊക്കെ നടത്തണമെന്ന് അവർ തീരുമാനിക്കും. എന്ന് പറഞ്ഞതുപോലെ പശ്ചിമ ബംഗാൾ ഉണ്ടാക്കിയ ഇസ്ലാമിസ്റ്റുകളെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു കലാപം, ആ കലാപം എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയാണ്. ഇപ്പം ആ കലാപം ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വളരെ നേരത്തെ തന്നെ അവർക്ക് സാധിക്കുമായിരുന്നു അമേരിക്കയ്ക്ക്. അതിനകത്ത് ഒത്തിരി ഈ പറയുന്ന പോലെ ഈ കലാപം കൊണ്ട് അല്ലെങ്കിൽ ഈ പശ്ചിമ ബംഗാളിൽ ഈ അവസ്ഥയിൽ എത്തിക്കുന്നതുകൊണ്ട് ഒത്തിരിയും ഗുണഭോക്താക്കളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് അമേരിക്കയുണ്ട് അതിൻ്റെ ഗുണഭോക്താവ്. അതായത് അമേരിക്കർക്ക് ഒരു എയർബേസ് ചോദിക്കുകയും അല്ലെങ്കിൽ ഈ പാകിസ്ഥാനെ പിടിച്ചിരിക്കുന്ന പോലെ അമേരിക്കയ്ക്കപ്പുറം വളരാൻ സാധ്യതയുള്ള ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു എയർബേസ് ചോദിക്കുകയും അതൊന്നും കൊടുക്കാത്തൊരവസ്ഥ വരികയൊക്കെ ചെയ്തിട്ടുണ്ട് പശ്ചിമ ബംഗാൾ. മനസ്സിലായില്ലേ? പാകിസ്ഥാൻ്റെ കൂടെ. അപ്പോൾ പാകിസ്ഥാനോട് അമേരിക്ക നമുക്കറിയാമല്ലോ, എപ്പോഴും പാകിസ്ഥാനെ തള്ളിപ്പറയും പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് അമേരിക്കയുടെ ഒരു സ്വഭാവം. എന്തിനു വേണ്ടിയാ? ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി. അപ്പം ഈ പറയുന്ന അവിടെ ഇപ്പം തീവ്രവാദം അല്ലെങ്കിൽ ഭീകരവാദം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരാണല്ലോ. അവരുടെ ജമാഅത്തെ ഇസ്ലാമി നിരോധിച്ചു അവരെ, ഈ പറയുന്ന സ്ത്രീ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനാണെന്നുള്ള ഇതിൻ്റെ ഉറവിടം ജമാഅത്തെ ഇസ്ലാമിയുടെ. അപ്പോൾ പാകിസ്ഥാനായിട്ട് ഒരു ബന്ധം പശ്ചിമ ബംഗാളുമായിട്ടുള്ള, അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി പാകിസ്ഥാന് പശ്ചിമ ബംഗാളല്ല ബംഗ്ലാദേശിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് വേണ്ടി പാകിസ്ഥാന് സാധിക്കാത്തൊരവസ്ഥ വന്നു. അപ്പോൾ പാകിസ്ഥാനെ സഹായിക്കാമെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു ഭരണം അവിടെ കൊണ്ടുവരാൻ വേണ്ടി ഈ തീവ്രവാദികളെ അല്ലെങ്കിൽ ഭീകരവാദികളെ സഹായിക്കാമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ ചൈനയ്ക്ക് ഇവിടെ സ്വാധീനം ചെലുത്തുന്നതിന് വേണ്ടി സാധിച്ചിട്ടില്ല. അല്ലെ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭരണമായിരുന്നല്ലോ ഈ ഇവിടെ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പം ചൈനയ്ക്ക് അവിടെ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടില്ല, പാകിസ്ഥാൻ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നില്ല, അമേരിക്കയ്ക്ക് ആവശ്യമായ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ബോർഡറിലുള്ള എല്ലാ രാജ്യങ്ങളിലും അസ്ഥിരമായൊരു ഗവൺമെൻറ് ഉണ്ടാക്കി അവരുടെ സ്വാധീന വലയത്തിൽ നിർത്തിയപ്പോൾ ഈ ഒരു രാജ്യം ലോകത്തിലെ GDPയിലും അല്ലെങ്കിൽ ലോക നിലവാരത്തിലേക്ക് കടന്നു പോവുകയും ഏത് സമയത്തും ഈ രാജ്യത്തേക്ക് കടൽ മാർഗമൊക്കെ വന്നു ചേരാൻ പറ്റുന്നൊരു, അതായത് ചൈനയും ഇന്ത്യയും തമ്മിൽ വളരെ കൃത്യമായ അകലമുള്ള ഒരു രാജ്യം. മനസ്സിലാവുന്നത്, ചൈനയ്ക്ക് ഇവിടെ അല്ലെങ്കിൽ ഈ ബംഗ്ലാദേശിൽ സ്വാധീനം ഉറപ്പിച്ചാൽ ഇന്ത്യയെ ആക്രമിക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ അമേരിക്കയ്ക്കും നമ്മളെ ഉറ്റുനോക്കുന്നതിന് വേണ്ടി എളുപ്പമാണ്. അപ്പം ചൈനയ്ക്ക് ഇവിടെ സ്വാധീനം ചെലുത്താൻ പറ്റാത്തൊരവസ്ഥ, അമേരിക്കയ്ക്ക് സ്വാധീനം ചെലുത്താൻ പറ്റാത്തൊരവസ്ഥ, പാകിസ്ഥാന് സ്വാധീനം ചെലുത്താൻ പറ്റാത്തൊരവസ്ഥ. ഈ മൂന്നാമത്തെ പ്രാവശ്യവും ഏതാണ്ട് 75% വോട്ടോടുകൂടി അജയ്യായിട്ട് നിൽക്കുന്ന ഒരു ഭരണാധികാരി ഈ ബംഗ്ലാദേശിൽ. അപ്പം ബംഗ്ലാദേശിലെ ഭരണാധികാരിയായിട്ടുള്ള ആ സ്ത്രീ മനസ്സിലാക്കേണ്ടത്, അവർക്ക് സ്വതന്ത്രമായിട്ട് ഈ നിലപാടെടുക്കുമ്പോൾ ഒന്നെങ്കിൽ ശത്രുക്കളെ കൃത്യമായിട്ട് തിരിച്ച് അവരുടെ റഷ്യ 1 കൊല്ലം മുമ്പ് പറഞ്ഞതാണ് ബംഗ്ലാദേശിനോട്, നിങ്ങളെ അട്ടിമറിക്കുക അമേരിക്ക. അതിന് കാര്യകാരണസഹിതം പത്രസമ്മേളനം പരസ്യമായിട്ട് നടത്തിയ 1 കൊല്ലം മുമ്പ്. കഴിഞ്ഞ ദിവസം അത് നമ്മുടെ ലോകമാധ്യമങ്ങളിലൊക്കെ വന്നതാണല്ലോ റഷ്യയുടെ അംബാസഡർ പറയുന്നത്. നമ്മൾ പറഞ്ഞതാണ്. നമ്മുടെ പിന്നെ റോയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ രഹസ്യമായിട്ടേ പറയത്തുള്ളൂ.
റോ പറഞ്ഞതാണ്. ഇപ്പോൾ ആ പട്ടാള മേധാവിയെ വെച്ചപ്പോൾ അജിത് ഡോവൽ ഡയറക്റ്റ് വിളിച്ച് ഈ ബംഗ്ലാദേശ് ഇവരെടുത്ത് പറഞ്ഞ സ്ത്രീയെടുത്ത് പ്രസിഡന്റ് ഹസീനെടുത്ത് പറഞ്ഞതാണ്, നിങ്ങൾക്ക് അട്ടിമറി സാധ്യതയുണ്ട്, അയാളെ വിശ്വസിക്കരുത്, ചൈനയുടെ സ്വാധീനത്തിലുള്ള. നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഈ നമ്മുടെ അതിർത്തിയിൽ വന്ന് നിൽക്കുകയാണ് 1000-ലധികം വരുന്ന ഹിന്ദുക്കൾ, ഞങ്ങളെ രക്ഷിക്കൂ എന്ന് ആവശ്യപ്പെട്ടു. BSF അവിടെ ഞാനീ പറഞ്ഞത് ഇപ്പോൾ അവിടെ നടന്ന വിഷയത്തിനകത്ത് ഈ അക്രമം നടത്തുന്ന ആൾക്കാർ നമ്മളിൽ നിന്നുള്ള ഒരു യുദ്ധം അവിടെ പ്രതീക്ഷിക്കുന്നു. ഞാനത് പറയാനാവുന്നത്, നമ്മളിൽ നിന്നൊരു യുദ്ധം പ്രതീക്ഷിക്കുന്നു. ഒരു രാജ്യം യുദ്ധം പ്രതീക്ഷിക്കാതെയാണല്ലോ ഇരിക്കുന്നത്. അവിടെ ആക്രമിക്കുന്ന ആൾക്കാർ നമ്മളിൽ ഇന്ത്യയിൽ നിന്നൊരു യുദ്ധം പ്രതീക്ഷിക്കുന്നു. കാരണം ഹസീന എന്ന് പറയുന്ന പ്രസിഡന്റിനെ നമ്മളാണല്ലോ ഇപ്പോൾ സംരക്ഷിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ രാജ്യത്തിന് വേണ്ട പിന്തുണ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിരുന്ന ഒരു രാജ്യമാണല്ലോ. അവിടെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് അവിടെ സ്വാധീനത്തിലാക്കി ഭൂരിപക്ഷം വരുന്ന ആ രാജ്യത്തെ അസ്ഥിരമാക്കിയല്ലോ. അപ്പം നമ്മളിൽ നിന്നൊരു യുദ്ധം പ്രതീക്ഷിക്കുന്നു. നമ്മൾ കയറി ആ രാജ്യത്തെ ഹിന്ദുക്കളെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് കയറി ആ രാജ്യത്തിലേക്ക് കടന്നു കയറ്റമുണ്ടായാൽ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറി എന്ന് കണ്ടുകൊണ്ട് ലോകത്തിലുള്ള ഈ അമേരിക്ക പോലെയുള്ള ഇപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്ത രാജ്യങ്ങൾ ഇന്ത്യക്കെതിരാവാൻ സാധ്യതയുണ്ട്. ഇതിനു വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അവിടെ നടക്കുന്നത്. പറഞ്ഞ മനസ്സിലായി. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ പുറത്തു നിന്ന് നമ്മൾ കയറി നമുക്ക് അല്ലെങ്കിലും ഭാരതം ഒരു രാജ്യത്തിൻ്റെയും ആഭ്യന്തര കാര്യത്തിൽ പോയി ഇടപെടാറില്ല. നമ്മുടെ നയമനുസരിച്ച് നമ്മൾ അങ്ങോട്ട് പോയി ആരെയും അടിക്കാൻ ശ്രമിക്കാറുമില്ല. പക്ഷേ ഒരു യുദ്ധമല്ല ഞാൻ ചോദിക്കുന്നത്, ആ അതിർത്തി തുറന്നു കൊടുത്തുകൂടെ? അല്ല, അതിർത്തി അങ്ങനെ തുറന്നു കൊടുക്കാൻ നോക്കും. ശ്യാമന്ത് ഒരു വലിയൊരു പത്രപ്രവർത്തനമായിട്ട് കുറേ കാലം പ്രവർത്തിച്ച ആൾ, ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങളില്ലേ, അങ്ങനെ അതിർത്തി അങ്ങ് തുറന്നു കൊടുക്കാൻ നോക്കും. വേറൊരു രാജ്യത്തെ ആൾക്കാർ കയറി വരുന്നതിന് വേണ്ടി അതിർത്തി തുറന്നു കൊടുക്കാൻ നോക്കും. ഇത് എന്തൊരു വളരെ വിരോധാഭാസം. അവിടെ കാണുന്ന കാഴ്ചകൾ അങ്ങനെ കാഴ്ചകളൊക്കെ ഒത്തിരി കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയും ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കും അനുസരിച്ച് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെ ഒത്തു. മാത്രമല്ല, കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഈ ലോകത്തിനകത്ത് ഏറ്റവും കൂടുതൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. നമ്മൾ പലപ്പോഴും നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയെ പല കാര്യങ്ങൾക്കൊന്നും ഇതുപോലെ ഇപ്പോൾ ഈ ഷാമി ചോദിച്ച പോലെ അതിർത്തി അങ്ങ് തുറന്നു കൊടുത്ത് എവിടെയോ, അല്ലെങ്കിൽ പാകിസ്ഥാനെ കയറി അടിക്കാത്ത എന്താണ്, പലയിടത്തും ഇതൊക്കെ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഒരു രാജ്യം നമ്മൾ നടപ്പാക്കിയിട്ടുണ്ടല്ലോ, പൗരത്വ നിയമം നടപ്പാക്കിയിട്ടുണ്ട്, ന്യൂനപക്ഷങ്ങളെ നമ്മൾ കയറ്റാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളെ കയറ്റാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഗേറ്റ് തുറന്ന് കയറ്റുന്ന കാര്യമല്ല. ഇതുപോലെ ഞൊഴഞ്ഞു കയറിയതും ഇന്ത്യയുടെ പട്ടാളക്കാരെ കബളിപ്പിച്ച് കയറിയതും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ കയറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഗതികേട് കൊണ്ട് കയറിയിട്ടുള്ളവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരവസ്ഥയാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ ഒരു രാജ്യത്തിൻ്റെ ഗേറ്റ് തുറന്നോ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിനകത്തല്ല. അങ്ങനെ സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുള്ള രാജ്യങ്ങളൊക്കെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ആൾക്കാരെ സംരക്ഷിക്കുന്നതിനകത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അല്ലെങ്കിൽ കുടിയേറ്റത്തിനകത്ത് നമ്മുടെ നിയമത്തിനകത്ത് നമ്മൾ കൃത്യമായിട്ട് ആരെ കുടിയേറ്റണം അല്ലെങ്കിൽ ആരെ ഇന്ത്യയിലോട്ട് സ്വീകരിക്കണം എന്ന് നിബന്ധന വെച്ച് തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കുടിയേറ്റ നിയമം വന്നിരിക്കുന്നത്. കുടിയേറ്റ നിയമം നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നു. മറ്റു രാജ്യങ്ങളെ കൂട്ടാൻ ആരെയും കയറ്റിവിടുന്ന ഒരു നിയമമല്ല. ഞാനീ പറഞ്ഞത്, ഈ ആൾക്കാരെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ഈ ആൾക്കാർക്ക് വേണ്ടി യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ ഇന്ത്യ മഹാരാജ്യത്ത് പണ്ട് കുവൈറ്റിനകത്ത് ഇറാൻ കയറിയില്ലേ, സദാം ഹുസൈൻ കയറിയില്ലേ, അതേ അവസ്ഥയിലേക്ക് നമ്മളെ ഒന്നും ചെയ്യും എന്നുള്ളതല്ല, നമ്മളുടെ കോൺസെൻട്രേഷൻ അതിലേക്ക് പോവുകയും അവിടെ ആ രാജ്യം ഒരു ചെറിയ യുദ്ധത്തിലേക്ക് കലാശിക്കുകയും ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തേണ്ട ആൾക്കാർ പശ്ചിമ ബംഗാളിൽ നിന്നും അല്ലെങ്കിൽ 1-2 കോടി പശ്ചിമ ബംഗാളല്ല ബംഗ്ലാദേശികൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. അവരെ വെച്ച് ഇന്ത്യക്കകത്ത് ചില ഓപ്പറേഷൻസ് നടത്തുന്നതിന് വേണ്ടി ഇവിടെ അട്ടിമറിക്ക് വേണ്ടി പലവട്ടം ശ്രമിച്ചിട്ടുള്ള നമ്മുടെ ഇതിനകത്തുള്ള പ്രതിപക്ഷ പാർട്ടികളെയും അല്ല അട്ടിമറി ശ്രമത്തിന് നിൽക്കുന്ന ഇന്ത്യയിലെ ഇസ്ലാമിസ്റ്റുകളെയൊക്കെ ഉപയോഗിച്ച് ഇന്ത്യയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം മോദിയോട് RSS ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന്. മോദിയോട് RSS ആവശ്യപ്പെട്ട് കഴിഞ്ഞ ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് RSS ആവശ്യപ്പെട്ടു എന്ന് ഔദ്യോഗികമായിട്ട് RSS എവിടെയും പറഞ്ഞാൽ ഈ പത്രമാധ്യമങ്ങളിൽ വരുന്ന കാര്യമല്ലേ ഉള്ളൂ ഔദ്യോഗികമായിട്ട്. അല്ലെങ്കിൽ തന്നെ RSS പറയുന്ന കാര്യങ്ങൾ RSS അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാറില്ലല്ലോ. RSS പറയുന്ന കാര്യങ്ങൾ വളരെ രഹസ്യമായിട്ടും ആയിരിക്കും, അത് വെളിയിൽ വന്നിട്ടും ഉണ്ടാകത്തില്ല. RSS ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ബംഗ്ലാദേശിൽ ഉൾപ്പെടെയുള്ളിടത്ത് ഇന്നലെ പ്രകടനം നടന്നത്. ലോകത്തുടനീളം ഹിന്ദുവിന് വേണ്ടി പ്രകടനം നടന്നത്, ഇന്ത്യയിലുടനീളം ഹിന്ദുവിന് വേണ്ടി പ്രകടനം നടന്നത് കേരളത്തിൽ നടന്ന RSS ഇടപെട്ടുകൊണ്ടാണ്. ലോകത്ത് 147 രാജ്യങ്ങളിൽ RSS ഉണ്ട്.
RSSന്റെ ഇടപെടിയിൽ ശ്യാം പറഞ്ഞ പോലെ ശരിയാണ്. പക്ഷേ RSS പരസ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. RSS അങ്ങനെ പരസ്യമായിട്ട് പറയാറുമില്ല. നിങ്ങൾക്കറിയാമോ, ഇവിടെ നടന്ന മൂന്നാമത് അധികാരത്തിൽ വന്ന ഹസീനയ്ക്കെതിരെ നടന്ന അട്ടിമറി ഇന്ത്യയിൽ നടന്നതിനെയും രാഹുൽ ഗാന്ധി അത് പറഞ്ഞു. ഇന്ത്യയിൽ ഈ പറയുന്ന 400-ൽ പുറത്ത് സീറ്റുകളുമായിട്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയിൽ അട്ടിമറി ഉണ്ടാകും, അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രക്ഷോഭം ഉണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രസ്താവന ശ്യാമിന് ഓർമ്മയുണ്ടോ? അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അട്ടിമറി ഓപ്പറേറ്റ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങളീ പറഞ്ഞതുപോലെ RSSന് വളരെ കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടും അല്ലെങ്കിൽ RSSന്റെ ഇടപെടൽ കൊണ്ടും ഈ പ്രാവശ്യം അത്ര അങ്ങ് കണ്ട് പോകണ്ടെന്ന് തീരുമാനിച്ചാണ് ഇവിടുത്തെ ഇവിടുത്തെ BJPയുടെ സീറ്റ് കുറയ്ക്കുന്നത്. ഇവിടുത്തെ BJPയുടെ സീറ്റ് കുറച്ചതുകൊണ്ട് പ്രതിപക്ഷത്തിന് സീറ്റ് കിട്ടിയതുകൊണ്ട് ആ ഒരു അട്ടിമറി ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. എന്നാലും നാളെ കാലത്ത് ഏതെങ്കിലുമൊക്കെ കാരണം കണ്ടുപിടിച്ച് അട്ടിമറി ഓപ്പറേറ്റ് ചെയ്യുന്നതിനും ആ അട്ടിമറി ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിനുമൊക്കെയുള്ള ശ്രമം ഇപ്പോഴും നടക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഞാൻ ചോദിക്കുന്നതാണ്, ചുരുക്കത്തിൽ അവിടെ നടക്കുന്ന ഈ കൂട്ടക്കുരുതിയിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കും അല്ല, അവിടെ നടക്കുന്ന കൂട്ടക്കുരുതിയിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്നുള്ളതല്ലല്ലോ. നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ടു ഇന്നലെ. അതുകൊണ്ടാണല്ലോ അവിടെ ഹിന്ദുക്കൾ സംഘടിക്കുന്നതിനും പ്രതിഷേധിക്കുന്നതിനും ഒക്കെ തയ്യാറായത്. അതിനപ്പുറം ഈ പറഞ്ഞതുപോലെ ഒരു എടുത്തിയാട്ടത്തിന് തയ്യാറായാൽ അവിടെ 8% ഹിന്ദുക്കൾക്കപ്പുറം 80% മരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതിനും ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും തടസ്സമുണ്ടാക്കുന്നതിനും അവരാഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഇന്ത്യൻ ഭരണാധികാരികൾ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഉദ്ദേശിക്കുന്നത് അതായത് ഇതിനകത്ത് വളരെ കൃത്യമായിട്ടുണ്ട്. നമ്മൾ ഡോളറിനെ വെല്ലുവിളിച്ചിട്ടുള്ള രാജ്യമാണ്. ഇപ്പം നരേന്ദ്രമോദിക്ക് ശേഷം ഡോളറിനെ വെല്ലുവിളിച്ചിട്ടുള്ള ഒരു രാജ്യത്തെയും അമേരിക്ക വെച്ചിരുന്നിട്ടില്ല. മനസ്സിലാവുന്നുണ്ട്. അവരുടെ ബിസിനസ് സംവിധാനങ്ങളിലെ ഏത് രാജ്യത്തെയും ഏത് രീതിയിലും, അത് തീവ്രവാദി ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് കീഴ്പ്പെടുത്തിയാലും ഇസ്ലാമിസ്റ്റുകളെ ഉപയോഗിച്ച് കീഴ്പ്പെടുത്തിയാലും രാജ്യങ്ങളെ തമ്മിലടുപ്പിച്ച് അഫ്ഗാനിസ്ഥാനെ പറ്റി അറിയാമല്ലോ. നമ്മൾ ഈ പറഞ്ഞതുപോലെ അഫ്ഗാനിസ്ഥാൻ ഒരു 70 അല്ലെങ്കിൽ 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകത്തിൽ ഏറ്റവും നിറയിൽ നിന്ന രാജ്യമാണ് സർവകലാശാലകൾക്ക്. അഫ്ഗാനിസ്ഥാനെ എന്താ ഈ അവസ്ഥയിലേക്ക് അമേരിക്ക എത്തിച്ചത്? അന്ന് ഈ 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം അമേരിക്കൻ ചേരിയിലല്ലായിരുന്നു അഫ്ഗാൻ, ഇറാനെ ഈ ചേരിയിൽ എത്തിച്ചത് എന്താ? അപ്പോൾ അവർക്കെതിരെ നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളും എത്തും. അത് നടക്കാത്ത ഇന്ത്യ മഹാരാജ്യത്തേ ഉള്ളൂ. നമ്മളെ ഡയറക്റ്റ് കയറി അടിക്കാൻ പറ്റത്തില്ല. നമ്മളുടെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് അവർക്കറിയത്തില്ല. നമ്മൾ 140 കോടി ജനം ഉള്ള ഇന്ത്യ മഹാരാജ്യത്തെ ഒരു കച്ചവടം ചെയ്യാനുള്ള രാജ്യമാക്കി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ രാജ്യങ്ങൾക്കൊക്കെ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് അതിന് സാധിക്കാതെ വരുന്നു. നമ്മുടെ രാജ്യത്ത് കച്ചവടം ചെയ്യണമെങ്കിൽ നമ്മൾ പറയുന്ന പോലെ കച്ചവടം ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ രീതിയിലുള്ളൊരു ഭരണം നമുക്കായി. നമ്മുടെ സാമ്പത്തിക വളർച്ച ലോകത്തിലെ 3ാം സ്ഥാനത്തേക്കും പിന്നെ 2ാം സ്ഥാനത്തേക്കും അല്ലെങ്കിൽ അമേരിക്കയെ മറികടക്കുമോ എന്ന് ഭയക്കുന്ന രീതിയിലേക്കൊക്കെ പോകുന്നു. അപ്പോൾ അങ്ങനത്തെയുള്ള ഒരു രാജ്യത്തെ വെച്ചേക്കാൻ അമേരിക്കയുടെ ഇതുവരെയുള്ള ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ അങ്ങനത്തെയുള്ള രാജ്യത്തെ വെച്ചിരുന്നിട്ടില്ല. അമേരിക്ക നശിപ്പിച്ചിട്ട് തന്നെയുണ്ട്. റഷ്യ നശിപ്പിച്ച കാര്യം നിങ്ങൾക്കറിയത്തില്ലേ? എങ്ങനെ റഷ്യ പാപ്പരാക്കിയില്ലേ? റഷ്യയിലെ സ്ത്രീകൾ അവസാനം വേശ്യാവൃത്തി നടത്തിയ രാജ്യത്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നില്ല. ലോകത്ത് മൊത്തം റഷ്യൻ സ്ത്രീകൾ ഒരു കാലത്ത്, ഇപ്പോൾ അവരൊക്കെ തിരിച്ചുപോയി. വേശ്യാവൃത്തിക്ക് ഏറ്റവും മുമ്പ് നിന്ന്, കാരണം അത്രയ്ക്ക് ദരിദ്രമായിരുന്നു രാജ്യം. അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത്, നിങ്ങൾ ഈ നരേന്ദ്രമോദിയെ കുറ്റം പറയുമ്പോൾ നരേന്ദ്രമോദി മോശക്കാരനായതുകൊണ്ടല്ല. നരേന്ദ്രമോദി വളരെ കൃത്യമായിട്ട് ഏത് രീതിയിലുള്ള പ്ലാനിങ് ആണ് ഇതുപോലെയുള്ള അമേരിക്ക പോലെയുള്ളയും ചൈന പോലെയുള്ളയും അല്ലെങ്കിൽ നമ്മുടെ ശത്രുവായിട്ട് നിൽക്കുന്ന, നമ്മളെ പണിയാൻ നിൽക്കുന്ന രാജ്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അതിനപ്പുറം കണ്ട് അതിന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക. ഞാൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ മോശപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതല്ല. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ബംഗ്ലാദേശിൽ നിന്നും വന്നത് 70 പെൺകുട്ടികളെ, അതും സ്കൂൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. ഇത് എവിടെയാണെന്ന് ഈ കുട്ടികളെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉയരുന്ന വലിയൊരു ആവശ്യമാണ് ഈ അതിർത്തി തുറന്ന് അവരെ അകത്തേക്ക് കയറ്റിക്കൂടെ, NRC ഇവിടെ നടപ്പാക്കിക്കൂടെ, NRC നടപ്പാക്കിയ കാര്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരം പ്രേക്ഷകർക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഞാൻ ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ ഈ പറഞ്ഞത്. നമ്മൾ ഈ സാധാരണ ഒരു മനുഷ്യൻ, ശ്യാമിൻ്റെ കൂട്ടി എൻ്റെ കൂട്ടി ഉള്ള ഒരു മനുഷ്യന് ഉണ്ടാകുന്ന ഒരു ആവേശത്തിൽ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങളിപ്പോൾ കാണുന്ന മോദിയെ നിങ്ങൾ മോശപ്പെടുത്തുന്നു. ഗുജറാത്തിന് മുഖ്യമന്ത്രിയായിരുന്ന മോദിയെ വലിയ ഇഷ്ടമായിരുന്നു. അത് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരുന്നപ്പോൾ മോദി ഇന്ത്യയുടെ കീഴിലുള്ള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് ഇതിനെക്കാട്ടി കടുത്ത നിലപാടുകൾ എടുക്കാൻ പറ്റും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? 16 കോടി ജനമുള്ള ഒരു രാജ്യത്ത് ഏതാണ്ട് 50,000 പേര് ആൾക്കാർ റോഡിലിറങ്ങിയപ്പോൾ ആ രാജ്യം അസ്ഥിരപ്പെട്ടു. ഏതാണ്ട് 70% വോട്ട് പിടിച്ച് ജയിച്ച ഒരു പ്രധാനമന്ത്രി അസ്ഥിരപ്പെട്ടു. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിനകത്തുള്ള ഈ ഇസ്ലാമിസ്റ്റുകളെയും തീവ്ര നിലപാടുള്ളവരെ സഹായിക്കാൻ വെളിയിൽ നിന്ന് രാജ്യം ആൾക്കാർ നിന്നു. അതുപോലെ ഇവിടെ 140 കോടി ജനമുള്ള ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ സംഘടിതരായിട്ടുള്ള 1 കോടി ജനം മതി.
ആ 1 കോടി ജനങ്ങൾക്ക് വേണ്ട സഹായം കൊടുക്കുന്നതിന് വേണ്ടി ഈ അമേരിക്ക പോലെയും അല്ല നമ്മുടെ ശത്രുരാജ്യങ്ങൾ നിൽക്കുന്നുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഭരണാധികാരികൾക്കറിയാം. അത് നരേന്ദ്രമോദിക്കറിയാം, അജിത് ഡോവലിനറിയാം, അമിത്ഷായ്ക്കറിയാം. ഇത് വളരെ കൃത്യമായിട്ട് പൊളിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ടാണ് കർഷക സമരത്തിൻ്റെ പേരിൽ ആ ഒരു സമരം അല്ലെങ്കിൽ ഈ ഒരു പ്രക്ഷോഭം ഇവിടെ വ്യാപിക്കാഞ്ഞത്, NRCA പേരിൽ ഇവിടെ വ്യാപിക്കാഞ്ഞത്, അല്ലെങ്കിൽ മറ്റു നമ്മുടെ പട്ടാളത്തിൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ പേരിൽ ഇവിടെ ബാധിക്കാൻ. അപ്പം ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു കാര്യത്തിനകത്ത് അതിർത്തിയിൽ നിന്നുള്ള ഒരു കലാപം ഇന്ത്യയിലേക്ക് പടരുന്നതിന് വളരെ പാടൊന്നുമില്ല. അപ്പം ഈ ഇസ്ലാമിസ്റ്റുകളെ ഉപയോഗിച്ച് ആ രാജ്യം അസ്ഥിരപ്പെടുത്തുമ്പോൾ അവരുടെ ആവശ്യം അവിടുത്തെ ഹിന്ദു ഹത്യ തന്നെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ബുദ്ധഹത്യ തന്നെയാണ്, അവിടെ ക്രിസ്ത്യനാണ്. അതിന് അനുവാദം കൊടുത്തുകൊണ്ടാണ് അമേരിക്ക അവരെ ഉപയോഗിക്കുക. ഏതായാലും അവന്മാരിപ്പോൾ അവിടെ കുറച്ച് മുമ്പ് സുപ്രീം കോടതിയുടെ കെട്ടിടത്തിന്റെ മുകളിൽ കയറി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അവിടെ നിന്ന് ഇറങ്ങി ഓടി. അല്ല, അത് അവിടെ തന്നെ കഴിഞ്ഞ ദിവസം ഈ പുതിയ അവിടെ ഇതെല്ലാം അമേരിക്കയുടെ താല്പര്യത്തോടു കൂടിയാണ് നടക്കുന്നത് എന്നുള്ളതിന് തെളിവായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം പുതിയ പ്രസിഡന്റ് വന്നു. അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പ്രസിഡന്റ് നേതൃത്വമുള്ള ഈ ഭരണാധികാരി പട്ടാളവും അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റുഡൻസ് മൂവ്മെൻറ്റും ഒക്കെ ഉള്ളൊരു ഭരണമാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത്. അവർ പറഞ്ഞു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രാജിവെക്കണം. അന്നേരം അദ്ദേഹം പറഞ്ഞു സാധ്യമല്ല. അന്നേരം പട്ടാളമല്ല പോയത്, പോലീസും അല്ല പോയത്. ഈ പ്രക്ഷോഭകാരികൾ എന്നിട്ട് പറഞ്ഞിട്ട് അരമണിക്കൂറിനാണ് നിനക്ക് അന്ത്യശാസനം തരുക, രാജിവെച്ചോണം, ഇല്ലെങ്കിൽ നിൻ്റെ കുഞ്ഞുങ്ങളെയും തള്ളയും അല്ലെങ്കിൽ വീടിനെ മൊത്തം ഇട്ട് തീയിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചോണ്ടു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ രാജിവെച്ചു. അതായത് അവിടെ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സംവിധാനമല്ല, അമേരിക്കയുടെ ഒരു പാവ ഗവൺമെന്റ്. എന്തായാലും അതിനെ അപലപിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അതിനെ അപലപിച്ചുകൊണ്ട് അവസാനിപ്പിക്കാനേ സാധിക്കത്തുള്ളൂ. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഇന്ത്യ ഇപ്പോഴും ഈ അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഈ ഹസീനയുടെ കൂടെ തന്നെയാണ്. നാളെ കാലത്ത് നിങ്ങൾ ഈ ചോദിച്ചാൽ ഇടപെടാത്തതെന്തെന്ന്, ഇന്ത്യ ഇടപെട്ടിരിക്കും. ഹസീന ജനാധിപത്യ സംവിധാനത്തിൽ വരികയാണെങ്കിൽ വീണ്ടും ഹസീന അവിടുത്തെ പ്രസിഡന്റ് ആകും. വേണ്ടി വന്നാൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം അവിടുത്തെ ഈ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുക്കൾക്കും അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കും ബുദ്ധന്മാർക്കും വേണ്ടി വിഭജിക്കാൻ വരെ ഇന്ത്യ നാളെ കാലത്ത് തയ്യാറാകും. അപ്പോൾ മനസ്സിലാകും നരേന്ദ്രമോദിക്ക് എത്ര ബലമുണ്ടായിരുന്നു എന്ന്. ഇപ്പം ഈ അതിർത്തി രാജ്യങ്ങളിൽ അല്ലെങ്കിൽ നമുക്കെതിരെ നിർത്തുന്ന രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ നല്ല ഇന്ത്യ ആഗ്രഹിക്കുന്ന പോലെ തന്നെ പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേണ്ടി വന്നാൽ ഹിന്ദുക്കൾക്ക് വേണ്ടി ബംഗ്ലാദേശ് ഉപയോഗിച്ച് ഒരു രാജ്യം വരെ ഉണ്ടാക്കുന്നതിന് വേണ്ടി മോദി അല്ലെങ്കിൽ ഇന്ത്യ ശ്രമിക്കും. അത് നാളെ കാലത്ത് നമുക്ക് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.